60ഓളം വരുന്ന മലയാളികൾ യുകെയിൽ തൊഴിൽ തട്ടിപ്പിൽ കുരുങ്ങി നിലനിൽപ്പില്ലാതെ വലയുമ്പോൾ യുകെയിലെ ഏക മലയാളി എംപി ഈ വിഷയത്തിൽ ഇതുവരെയും പരിഹാരം കാണുവാനോ പ്രതികരിക്കുവാനോ പോലും തയ്യാറാകാത്തത് ലക്ഷക്കണക്കിന് വരുന്ന മലയാളി കമ്മ്യൂണിറ്റികൾക്കിടയിൽ വൻ അമർഷമാണ് ഉയർത്തുന്നത്. ലേബർ പാർട്ടിയുടെ പ്രതിനിധിയും കോട്ടയം ഓണംതുരുത്ത് സ്വദേശിയുമായ സോജൻ ജോസഫ് യുകെയിലെ ഉത്തരവാദിത്തപ്പെടുന്ന ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും തൊഴിലിടം തേടി രാജ്യത്തെത്തിയ മലയാളികളോട് കാണിക്കുന്ന അവഗണന രൂക്ഷ വിമർശനത്തിന് ഇടയാക്കുകയാണ്. ഷൈനു ക്ലെയർ മാത്യൂസ് മാഞ്ചസ്റ്ററിലെ കെയർ ഹോമിൽ ജോലി വാഗ്ദാനം ചെയ്ത 15 മുതൽ 20 ലക്ഷം വരെ മലയാളികളിൽ നിന്ന് കൈപ്പറ്റുകയും പിന്നീട് വിസ റിന്യൂവൽ പോലും നൽകാതെ 60ഓളം വരുന്ന മലയാളികളെ പുറത്താക്കുവാനുള്ള ഷൈനുവിന്റെ ശ്രമം പുറം ലോകമറിഞ്ഞത് വിവിധ യുകെ മലയാളി ഇൻഫ്ലുവൻസർമാരിൽ നിന്നാണ്. യുകെയിലെ ആരോഗ്യ മേഖലയുടെ ഭാഗമായി ജോലി ചെയ്യുകയും അതേ വിഭാഗത്തിന്റെ ഉന്നത സ്ഥാനം വഹിക്കുകയും ചെയ്യുന്ന ആൾ കൂടിയായ എംപി സോജൻ ജോസഫിന് ഈ മേഖലയിൽ ഒരു മലയാളി അനുഭവിക്കുന്ന ദുരിതവും വഞ്ചനയും തിരിച്ചറിഞ്ഞിട്ടും ഇത്തരമൊരു വിഷയം എന്തുകൊണ്ട് അദ്ദേഹം പാർലമെന്റിലോ മറ്റ് അധികാര സ്ഥാനങ്ങളിലോ അനേകായിരം വരുന്ന മലയാളികൾക്കായി ഉന്നയിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ജീവിതം പടുത്തുയർത്തുവാൻ യുകെയിലെത്തിയ ലക്ഷക്കണക്കിന് വരുന്ന മലയാളികൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി സോഷ്യൽ മീഡിയയിലെത്തുമ്പോൾ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു മലയാളി ജനപ്രതിനിധി ഈ വിഷയത്തിൽ മൌനം തുടരുന്നത് യുകെ മലയാളികൾക്കിടയിൽ വളരെയധികം ചർച്ചയാകുന്നുണ്ട്.